ഹലോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ പറയാം മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്കൊരു യാത്ര. സന്തോഷം, സങ്കടം, പ്രതീക്ഷ, നിരാശ അങ്ങനെയെല്ലാം കൂടിച്ചേർന്ന ഒന്നാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. ഇത് ചിലപ്പോൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും, ചിലപ്പോൾ കുറച്ചൊന്ന് കുഴപ്പിക്കും, അല്ലേ? ശരിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അനുഭവക്കുറിപ്പുകളുണ്ട്. വർഷങ്ങളായി കൗൺസിലിംഗ് സൈക്കോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാള്. അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകൾ, അവരുടെ ജീവിതങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള ചില ചിന്തകളാണ്. അതെ, വെറും കഥകളല്ല, ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതെ, ഇതിലൂടെയൊന്ന് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരുടെയെങ്കിലും ജീവിതവുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ ഇങ്ങനെ നല്ല ഊഷ്മളമായിട്ട് പോകുമ്പോൾ വേറെ ചിലത് തകർന്നു പോകുന്നത്? സന്തോഷമായിട്ടിരിക്കേണ്ട ആളുകൾ എന്തിനാണ് ചിലപ്പോൾ വിഷാദത്തിലേക്ക് വീണു പോകുന്നത്? അപ്പോൾ നമുക്ക് ഈ കുറിപ്പുകളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയാലോ? തീർച്ചയായും പോകാം. കാരണം ഈ കുറിപ്പുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തു കാണുന്ന ഒരു കാഴ്ച മാത്രമല്ല തരുന്നത്. ഓഹോ. പലപ്പോഴും പുറമേ നല്ല ശാന്തമായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യക്തികൾ അറിയാതെ പോകുന്ന അവരുടെ ഉള്ളിലെ ചില സംഘർഷങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അതെ. ഈ കുടുംബ പശ്ചാത്തലം, പിന്നെ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഓരോരുത്തരുടെയും ചിന്താഗതികൾ, എന്തിനേറെ പറയുന്നു, ചിലപ്പോൾ തലമുറകളായിട്ട് കിട്ടുന്ന ചില ശീലങ്ങൾ പോലും നമ്മുടെയൊക്കെ മാനസികാരോഗ്യത്തെയും ബന്ധങ്ങളെയും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്കിതിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുടുംബം, അല്ലേ? പൂർണ്ണചന്ദ്രന്റെ പൂനിലാവ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കുടുംബത്തെക്കുറിച്ച് പറയാറ്. സന്തോഷം നിറയേണ്ട ഒരിടം. അതെ. പക്ഷേ ഈ കുറിപ്പുകൾ പറയുന്നത് പലപ്പോഴും അതൊരു യുദ്ധക്കളം പോലെ ആകുന്നു എന്നാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് പുറകെ ഇങ്ങനെ ഓടുമ്പോൾ ആളുകൾ തമ്മിലുള്ള ആ ഒരു മാനസികമായ അടുപ്പം അത് നഷ്ടപ്പെടുന്നുണ്ടോ? അതാണോ പ്രശ്നം? അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണ്. ഈ സൈക്കോളജിസ്റ്റ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ബന്ധങ്ങളുടെ തുടക്കത്തിൽ ഒരു മധുവിധ കാലം ഉണ്ടാവുമല്ലോ. ആ ഒരു ഹണിമൂൺ പീരിയഡ്. അതെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര അടുപ്പമായിരിക്കും. പക്ഷെ അത് സ്വാഭാവികമായും കുറച്ചു കഴിയുമ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും. ശരിയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പക്വതയോടെയുള്ളൊരു വിട്ടുവീഴ്ച, ഒരു കോംപ്രമൈസ്. പിന്നെ പരസ്പരം അവരുടെ കുറവുകളോട് തന്നെ അങ്ങ് അംഗീകരിക്കാനുള്ളൊരു മനസ്സ്. ആക്സെപ്റ്റൻസ്. അതെ, ആക്സെപ്റ്റൻസ്. അത് വേണം. ഇത് പറ്റാതെ വരുമ്പോഴാണ് പങ്കാളിയുടെ ചെറിയൊരു കുറവ് പോലും വലുതാക്കി കാണുന്നത്. ഓഹോ. അപ്പോ ഈ വിവാഹമോചനങ്ങൾ കൂടുന്നുണ്ട്. ശരിയാണ്. അതുപോലെ പുറമേ ചിരിച്ച് പക്ഷേ ഉള്ളിൽ വിഷമിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതെ. ഇതിനൊക്കെ കാരണം ഒരു പരിധിവരെ ഈ പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ്. ഈ കുറിപ്പുകൾ അതാണ് പറയുന്നത്. ഇതില് സ്നേഹത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. യഥാർത്ഥ സ്നേഹവും പിന്നെ ഒരാളിങ്ങനെ സ്വന്തമാക്കി വെക്കാനുള്ളൊരു ഭയങ്കര ആഗ്രഹം, പൊസസീവ്നെസ് എന്ന് പറയില്ലേ? പൊസസീവ്നെസ്. അത് തമ്മിലുള്ളൊരു വ്യത്യാസം. ഇത് വെറുമൊരു സ്വഭാവമല്ല, ചിലപ്പോൾ അതൊരു മാനസിക പ്രശ്നം വരെ ആകാം എന്ന്. ശരിയാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഭർത്താവ് എന്ത് ഡ്രസ്സ് ഇടണം, ആരോട് സംസാരിക്കണം എന്നൊക്കെ ഭാര്യ നിയന്ത്രിക്കാൻ നോക്കുന്നത്. അത് ശരിക്കും സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഒരുതരം ഭയമാണ്, അല്ലേ? നിയന്ത്രണം പോകുമോ എന്നുള്ളൊരു പേടി, ഒരു ഇൻസെക്യൂരിറ്റി. അതെ, ഒരു ഇൻസെക്യൂരിറ്റി. ചിലപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCDയുടെ ഒക്കെ ലക്ഷണങ്ങളും അതിൽ കാണാമെന്നും പറയുന്നു. ഉദാഹരണം വളരെ വളരെ കറക്റ്റാണ്. കാരണം സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന പലതും യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള ആഴത്തിലുള്ള ഒരു പേടിയാണ്. മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള ഒരു ത്വര. ശരിയാണ്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ഓരോ പ്രശ്നത്തെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസം. തലയും ഹൃദയവും എന്നൊരു പ്രയോഗം ഇതിലുണ്ട്. സ്ത്രീകൾ ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണലായി റിയാക്ട് ചെയ്യും. പുരുഷന്മാർ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കും. ഇതെപ്പോഴും ഇങ്ങനെ ആവണം എന്നില്ലാട്ടോ, പൊതുവേ പറയുന്നതാണ്. വ്യക്തികൾക്കനുസരിച്ച് മാറും. തീർച്ചയായും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പ്രശ്നം, തെറ്റിദ്ധാരണകളൊക്കെ വരുന്നത്. സ്നേഹത്തോടെയുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ദേഷ്യവും വെറുപ്പുമൊക്കെ ആവുമ്പോൾ. അതെ, ദേഷ്യവും വെറുപ്പും. വെറുപ്പ് സ്നേഹവിരാമം എന്നൊരു വാക്ക് തന്നെയുണ്ട്. അത് ബന്ധം തീർന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. പിന്നെ ഈഗോ, വാശി, അതൊക്കെ ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കും. ഈ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വരുന്നുണ്ടോ? കാരണം അടുത്തത് ഈ കുറിപ്പുകൾ പറയുന്നത് തലമുറകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ്, വെല്ലുവിളികളെക്കുറിച്ചാണ്. ഇന്നത്തെ കുട്ടികളുടെ ഒരു അറിവില്ലായ്മയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. മണ്ണിൽ പടരുന്ന യന്ത്രമോഹം എന്ന്. നെല്ല് കണ്ടിട്ടില്ല, ചിരട്ട എന്താണെന്നറിയില്ല.
അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആ. ഇത് വെറുതെ ചിരിക്കാനുള്ള കാര്യമാണോ അതോ അതൊരു വലിയ ആശങ്കയായിട്ടാണ് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത്. ആ ടെക്നോളജി വേണം, നമുക്ക് മുന്നോട്ട് പോകാൻ അത് അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു അമിതമായ ഉപയോഗം കുട്ടികളുടെ ഒരു ബേസിക് ആയിട്ടുള്ള വളർച്ചയെ അത് ബാധിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. ശരിയാണ്. മണ്ണിലിറങ്ങാതെ പ്രകൃതിയെ അറിയാതെ അതെ. കണക്ക്, വായന, എഴുത്ത് അതൊക്കെ ശരിക്കും പഠിക്കുന്നതിന് മുന്നേ സ്ക്രീനിലേക്ക് ഒതുങ്ങുമ്പോൾ ആ. അവരുടെ തലച്ചോറിന്റെ ആ ഒരു നോർമൽ ഡെവലപ്മെന്റിന് ചിലപ്പോൾ അത് തടസ്സമായേക്കാം. ഓഹോ, പലപ്പോഴും നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തുന്ന കുട്ടികളില്ലേ? ഉണ്ട്. അവരിൽ പലരും ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാന കാര്യങ്ങളിൽ കുറച്ച് പിന്നോട്ട് പോയവരായിരിക്കാം. അവർക്ക് കുറച്ച് ശ്രദ്ധയും ട്രെയിനിങ്ങും കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് മെച്ചപ്പെടാൻ പറ്റും. ശരിയാണ്. പക്ഷേ അതിന് പകരം കൂടുതൽ കോംപ്ലിക്കേറ്റഡായ ടെക്നോളജിയിലേക്ക് അവരെ വീണ്ടും തള്ളിവിടുന്നത് അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ നിരീക്ഷണങ്ങൾ അതാണ് പറയുന്നത്. ഇത് യുവജനങ്ങളുടെ കാര്യത്തിലും വരുന്നുണ്ട്. അസ്വസ്ഥതയുടെ മുഖപടം മാറ്റാം എന്ന ഭാഗത്ത് പറയുന്നു, അവസരങ്ങളൊക്കെ കുറയുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുമ്പോൾ യുവാക്കൾക്കൊരു നിരാശ, ഒരു വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുന്നുവെന്ന്. ശരിയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. തെറ്റായ വഴിക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളുടെ എനർജി അതിനെ ക്രിയേറ്റീവായ വഴിക്ക് തിരിച്ചുവിട്ടപ്പോ ലോകത്തിനതൊരു മുതൽക്കൂട്ടായില്ലേ? അതെ അതെ. അപ്പൊ എല്ലാവരിലും ആ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ തയ്യാറാവുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ആ ക്രിയേറ്റീവായ വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ആ എനർജി ചിലപ്പോൾ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയും. തീർച്ചയായും. ഇത് പ്രണയബന്ധങ്ങളിലും കാണാം. ബന്ധങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന പ്രണയസായുജ്യം എന്ന ഭാഗത്ത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പരാജയപ്പെടുന്ന പ്രേമവിവാഹങ്ങൾ എന്ന അധ്യായത്തിൽ എന്തിനാണിത്ര ആവേശത്തിൽ ഒന്നിച്ചവർക്ക് പിന്നീട് ഒരുമിച്ചു പോകാൻ പറ്റാതെ വരുന്നത്? അതെ അതെ, എന്തുകൊണ്ടാണ്? ഈ പ്രണയത്തിന്റെ തുടക്കത്തില് ഭയങ്കര ഒരു ഇന്റൻസിറ്റി ഉണ്ടാവുമല്ലോ. അതെ. അതിന് പിന്നില് ഡോപ്പോമിൻ പോലുള്ള ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട്. ഓഹോ. പക്ഷേ കാലം കഴിയുമ്പോൾ ഈ ഹോർമോണുകളുടെ സ്വാധീനം കുറയും. അപ്പോ ആളുകളുടെ യഥാർത്ഥ സ്വഭാവം, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ അതൊക്കെ മുന്നോട്ട് വരും. ശരിയാണ്. അപ്പോൾ ആ പക്ഷത്തിലൊരു ബ്ലൈൻഡായിട്ടുള്ള ആരാധനയൊക്കെ മാറിയിട്ട് പരസ്പരം മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവ് വേണം. അതാണ് പ്രധാനം. അതെ. പലപ്പോഴും ആ ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാതെ വരുമ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ തകരുന്നത്. ഈ പറയുന്ന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, തലമുറകളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വ്യക്തികളുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവും അല്ലേ? അതെ. അടുത്തതായിട്ട് ഈ കുറിപ്പുകൾ പോകുന്നത് അങ്ങനെയുള്ള മനസ്സിന്റെ ചില ഇരുണ്ട ഭാഗങ്ങളിലേക്കാണ്. അതെ. ഉദാഹരണത്തിന് മദ്യാസക്തി. ഭർത്താവിന്റെ മദ്യസൽക്കാരം എന്നൊരു ഭാഗമുണ്ട്. പ്രസാദ് എന്നൊരാളുടെ കഥ. അത് വായിക്കുമ്പോൾ ശരിക്കും ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന അത് നമുക്ക് ഫീൽ ചെയ്യും. ശരിയാണ്. പ്രസാദിന്റെ കഥ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. മദ്യാസക്തിക്ക് പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ചിലപ്പം പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു സാധ്യതയുണ്ടാവാം. ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ. അതെ. പിന്നെ സമൂഹത്തുനിന്നുള്ള പ്രഷർ, കൂട്ടുകെട്ടുകൾ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അതിനൊരു പ്രോത്സാഹനം കിട്ടിയെന്നും വരാം. ഓഹോ. പ്രസാദിന്റെ കാര്യത്തില് അച്ഛൻ മദ്യപിക്കുമായിരുന്നു, അതൊരു സാധ്യതയാണ്. പിന്നെ കൂട്ടുകാരുടെ കൂടെ കൂടി ശീലമായി. പക്ഷെ ഏറ്റവും അപകടം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെ ഒരു സമ്മതത്തോടെ വീട്ടിലിരുന്ന് കുടിക്കാൻ തുടങ്ങി. അതെ. അതോടെ കൺട്രോൾ മുഴുവൻ പോയി. ഇത് അയാളെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. ഭാര്യ, കുട്ടികൾ, അവരെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തകർത്തു. ശരിയാണ്. പിന്നെ മദ്യപാനത്തെ ഒരു അസുഖമായിട്ട് കാണാതെ അതയാളുടെ ഒരു കഴിവുകേടാണ്, ഒരു മോശം സ്വഭാവമാണ് എന്ന് സമൂഹം കാണുന്നതും പ്രശ്നം കൂട്ടുന്നുണ്ട്. മദ്യസക്തി പോലെ തന്നെ ഈ ബന്ധങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് സംശയരോഗം അല്ലേ? പാരനോയ. അതെ, പാരനോയ. അതായത് ഒരടിസ്ഥാനവുമില്ലാതെ മറ്റുള്ളവരെന്നെ എന്തോ ചെയ്യാൻ വരുന്നു, ചതിക്കാൻ നോക്കുന്നു എന്നൊക്കെ ഒരു തോന്നല്. 6-ാം അധ്യായത്തിലെ രേണുകയുടെ കഥ. രേണുക. പിന്നെ 13-ാം അധ്യായത്തില് ഭർത്താവിനെതിരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കള്ളം പറയുന്ന ഭാര്യ. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണല്ലോ. എങ്ങനെയാണ് ചെറിയ സംശയം ഇത്ര വലിയ പ്രശ്നമാവുന്നത്? രേണുകയുടെ കാര്യം നോക്കിയാൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. പക്ഷേ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്നെ കൊല്ലാൻ നോക്കുന്നു, വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ട്, ഇങ്ങനെയൊക്കെ ഭയങ്കരമായ ഒരു അടിസ്ഥാനവുമില്ലാത്ത സംശയങ്ങളാണ്. അയ്യോ. ഡോക്ടർ കൊടുത്ത മരുന്ന് പോലും അത് ഭർത്താവ് എന്നെ കൊല്ലാൻ തന്ന വിഷമാണെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പോൾ ആ ചിന്തകൾക്ക് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധവും ഇല്ലാതാകുമ്പോഴാണ് അതൊരു
പാരനോയിഡ് സ്കിസോഫ്രേനിയ പോലെയുള്ള വലിയ മാനസിക രോഗങ്ങളായി മാറുന്നത്. ഇതിന് ശരിക്കും ചികിത്സ വേണം. പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ വൈകും. അതാണ് പ്രശ്നം. ഈ സംശയം പോലെ തന്നെ ആളുകളെ സൈലന്റായി കൊല്ലുന്ന ഒന്നാണ് ഡിപ്രഷൻ, വിഷാദരോഗം. ശരിയാണ്. ഈ കുറിപ്പുകളിൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഫോബിയകൾ, അകാരണമായ ഭയങ്ങൾ. ഫോബിയ. നിരാശയുടെ നിശബ്ദഭാവം എന്നതിൽ ലൈംഗികതയോടുള്ള പേടി, ഇറോട്ടോഫോബിയ. പിന്നെ കല്യാണം കഴിക്കാൻ പേടി, ഗാമോഫോബിയ, വിവാഹഭീതി. ഇതിനൊക്കെ പിന്നിൽ പലപ്പോഴും കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങളുണ്ടാവാം, അല്ലേ? തീർച്ചയായും. പിടിവിട്ട മനസ്സുകൾ മരവിക്കുന്നു എന്ന ഭാഗത്ത് അതാണ് പറയുന്നത്. അതെ, ഈ ലൈംഗിക ചൂഷണം പോലുള്ള കാര്യങ്ങൾ. അതെ, കുട്ടിക്കാലത്തുണ്ടാവുന്ന വലിയ ആഘാതങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള ചതി, ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ, അതൊക്കെ മനസ്സിൽ വലിയ മുറിവുകളുണ്ടാക്കും. അത് പിന്നീട് പലതരം പേടികളായിട്ടും ഉത്കണ്ഠയായിട്ടും ഡിപ്രഷനായിട്ടും ഒക്കെ പുറത്തുവരാം. ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയം ഒരു അസ്വാഭാവിക വികാരമെന്ന ഭാഗം ഈ കുറിപ്പുകൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭയം പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് അത്ര ബന്ധമുള്ളതായിരിക്കില്ല എന്നാണ്. ഓഹോ. ഉദാഹരണത്തിന്, ദുരന്തങ്ങൾ മനസ്സിലുണർത്തുന്ന ഭീതി. കോവിഡൊക്കെ വന്ന സമയത്ത് ഓർക്കുന്നു. രോഗം വരാത്തവർക്ക് പോലും ഭയങ്കരമായ പേടിയായിരുന്നില്ലേ? അതെ അതെ. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. പിന്നെ ഏറ്റവും സീരിയസ് ആയിട്ട് കാണേണ്ട ഒന്നാണ് ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ. ശരിയാണ്, ആത്മഹത്യ തുടർചിന്തകളിലൂടെ. അതെ, അതിന്റെ സൂചനകൾ, അത് നേരത്തെ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം, അങ്ങനെയുള്ളവരെ നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാകേണ്ടതിന്റെ ആവശ്യം, അതൊക്കെ ഈ കുറിപ്പുകൾ എടുത്തു പറയുന്നുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു നിരാശ തോന്നാം. പക്ഷേ ഈ സൈക്കോളജിസ്റ്റിന്റെ കുറിപ്പുകൾ അവിടെ നിർത്തുന്നില്ല. ഇല്ല. ഇതിനെയൊക്കെ മറികടക്കാനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാനും പറ്റുമെന്നുള്ള ചില വഴികളും പറയുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നന്മയും തിന്മയും മസ്തിഷ്കത്തിനൊന്നുപോലെ എന്നൊരാശയം. അതെങ്ങനെയാണ്? അതെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണെന്ന് കൂട്ടിക്കോളൂ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക. ശരി. ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തലച്ചോറിൽ അതിനുവേണ്ടിയുള്ള ഒരു വഴി, ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവും. അത് ശക്തിപ്പെടും. ഓഹോ. ഇത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഒരുപോലെയാണ്. മദ്യം കഴിക്കണമെന്ന തോന്നൽ വരുന്നത് അതൊരു ശീലമായതുകൊണ്ടാണ്. അതുപോലെ എക്സസൈസ് ചെയ്യാൻ. അതെ, എക്സസൈസ് ചെയ്യാനും പുസ്തകം വായിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനുമൊക്കെ നമുക്ക് തലച്ചോറിനെ പഠിപ്പിക്കാൻ പറ്റും. തുടക്കത്തിൽ കുറച്ച് പാടായിരിക്കും, പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു ശീലമാകും. അപ്പൊ നല്ല ചിന്തകളും ശീലങ്ങളും വളർത്താൻ നമ്മൾ കുറച്ചൊന്ന് മനഃപൂർവ്വം ശ്രമിക്കണം. അതെ, ബോധപൂർവമായ ഒരു ശ്രമം വേണം. അതിനർത്ഥം നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം ഒരു പരിധിവരെ നമ്മളിൽ തന്നെയാണെന്നാണോ? ഒരു വലിയ പരിധിവരെ അതെ. പക്ഷേ എല്ലാം നമ്മുടെ കൺട്രോളിലാണെന്നും പറയാൻ പറ്റില്ല. ഈ സാമൂഹികമായ കാര്യങ്ങൾ, ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ശരിയാണ്. എന്നാലും നമ്മുടെ മനോഭാവം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതിനൊക്കെ വലിയ പങ്കുണ്ട്. ഈ കുറിപ്പുകളിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ സാമൂഹികമായ ഒത്തുചേരലുകളുടെ ഒരു പ്രാധാന്യമാണ്. ഉത്സവങ്ങള്. അതെ, ഉത്സവങ്ങളുടെ മനഃശാസ്ത്രം എന്ന ഭാഗത്ത് ഈ ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളുമൊക്കെ ആളുകളെ എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത്, അതൊരു മാനസികമായ സന്തോഷം തരുന്നു, ഒറ്റപ്പെടൽ കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ. തീർച്ചയായും. ഒറ്റയ്ക്കിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മെന്റൽ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഈ കുറിപ്പുകൾ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് സമയത്ത് തന്നെ സഹായം തേടണം എന്നുള്ളതാണ്. അതെ. ഒരു കൗൺസിലറെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കുന്നതോ അതൊന്നും ഒരു കുറവായിട്ട് കാണരുത്. പക്ഷെ പലരും അതിന് മടിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങിയ ചികിത്സ പാതി വഴിക്ക് നിർത്തുന്നു. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്, അല്ലേ? നമുക്ക് ശരീരത്തിനൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാൻ മടിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യവും. പല മാനസിക പ്രശ്നങ്ങളും കൃത്യമായ ചികിത്സയിലൂടെയും മരുന്നുകളിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താനോ പറ്റും. മരുന്ന് കഴിക്കുന്നത് എന്തോ ഒരു കുറവാണെന്നോ ഭ്രാന്താണെന്നോ ഉള്ള ചിന്തയൊക്കെ മാറണം. പിന്നെ ഡോക്ടർ പറയാതെ മരുന്ന് നിർത്തുന്നത് അസുഖം വീണ്ടും കൂടാനേ ഉപകരിക്കൂ. ശരിയാണ്. ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മുടെ ഇമോഷൻസിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കാനും ഇമോഷണൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ്, ജീവിതത്തിലെ പേടികളെ ധൈര്യത്തോടെ നേരിടാനുമൊക്കെ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ സൈക്കോളജിസ്റ്റിന്റെ അനുഭവങ്ങളിലൂടെ നമ്മളൊരു യാത്ര ചെയ്തപ്പോ
മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ ബന്ധങ്ങൾ അതൊക്കെ എത്രമാത്രം സങ്കീർണമാണെന്ന് ഒന്നുകൂടി മനസ്സിലായില്ലേ? അതെ. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, ആരോഗ്യം, അനാരോഗ്യം എല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരുടെ ജീവിതത്തിലോ ഒക്കെ. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഒറ്റയ്ക്കല്ല. നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പം മറ്റൊരാളുടെ ഒരു വിഷമം കാണുമ്പോൾ അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ എന്നൊന്ന് ചിന്തിക്കാൻ പറ്റണം. ആ ഒരു സഹാനുഭൂതി, എമ്പതി എന്ന് പറയില്ലേ? അതെ, എമ്പതി. അത് വളരെ പ്രധാനമാണ്. പരസ്പരം ഒന്ന് കേൾക്കാനും ഒരു താങ്ങാവാനും ചിലപ്പോൾ ശരിയായ സഹായം എവിടെ കിട്ടുമെന്ന് പറയാനുമൊക്കെ നമുക്ക് പറ്റണം. സ്നേഹത്തോടെയുള്ള ഒരു വാക്കിന്, ഒരു തലോടലിനൊക്കെ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും.